ഇന്ന് പെന്തക്കോസ് എന്ന് പറയുമ്പം പല വിധത്തിലുണ്ട്. മാല പെന്തക്കോസ്, കരിസ്മാറ്റിക് പെന്തക്കോസ്, ന്യൂജൻ പെന്തക്കോസ്, അങ്ങനെ പല വിധത്തിൽ. അതിൻ്റെ ഇടയ്ക്കാണ് സത്യ പെന്തക്കോസ്തും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പെന്തക്കോസ് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന, അല്ലെങ്കിൽ സത്യ പെന്തക്കോസിനെ ഞങ്ങൾ മനസ്സിലാക്കുന്ന അവരുടെ ഒരേ ഒരു വിശേഷത കൊണ്ടാണ്. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. ഒരോളത്തിന് പോകുന്നതല്ല ആത്മീക ജീവിതം. ഇപ്പോൾ എന്നെ ഓളവും ബഹളവും ഒക്കെയാണ്. അതല്ല ആത്മീക ജീവിതം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നടക്കുന്ന ഒരു ദൈവ പൈതൽ കർക്കശമായി വേർപാട് പാലിക്കണം. സത്യ പെന്തക്കോസ്തുകാർ മാത്രം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് വേർപാടെന്ന് പറയുന്നത്. വേർപാട് ആചരിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണെന്നേ സമുദായവും പട്ടക്കാരെയും ഒക്കെ വിട്ട്, അശുദ്ധിയെ വിട്ട് നമ്മൾ പുറത്തു വന്നത്. ഇനിയും എന്താണ് വേർപാട്, അതൊന്ന് കേൾക്കാം. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത്, എന്റെ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ ആചരിച്ച, അനുഷ്ഠിച്ച, പിന്തുടർന്ന എല്ലാം വിട്ടു. അതാ വേർപാട്. ഈ വേർപെട്ട് ആരാധിക്കുന്ന ജനത്തിന് മാത്രമുള്ള ചില സ്വഭാവങ്ങളുമുണ്ട്, അതും കൂടെ കേൾക്കാം. ഇടയ്ക്ക് വേണേ ഒരു സ്തോത്രം പറയാം. വാക്യം ഞാനൊന്ന് തുടക്കമിടുമ്പം അറിയാവുന്നവർക്ക് പൂർത്തീകരിക്കാം. ഇടയ്ക്ക് കൈ ഉയർത്തണേ, കൈ ഉയർത്താം. നമ്മൾ പെന്തക്കോസ്തുകാരല്ലേ? അല്ലേ? അതെ, ഞങ്ങൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ബഹളം ഉണ്ടാക്കിയെന്നിരിക്കും, ശബ്ദം ഉയർത്തിയെന്നിരിക്കും, കൈ അടിച്ചെന്നിരിക്കും, കൈ ഉയർത്തിയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഉള്ളത്തിന്റെ സന്തോഷത്തിൽ വരുന്നതാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മറിയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഗർഭത്തിൽ പിള്ള തുള്ളി. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവും ഉയരത്തിൽ നിന്ന് വരുന്ന വചനവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ ശബ്ദത്തിങ്കിൽ, ആ സന്തോഷത്തിങ്കിൽ ഞങ്ങളുടെ ശബ്ദവും ഉയർന്നു എന്ന് വന്നേക്കാം. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. പെന്തക്കോസ് വന്നതല്ലേ ഭാഗ്യം. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? ഞങ്ങളെ പോലെയുള്ളവരൊക്കെ രക്ഷപ്പെട്ട് പോയത് തന്നെ പെന്തക്കോസിൽ വന്നത് കാരണമാണ്. കമ്മൽ മാലയിടാത്തിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? കൂടെ പഠിക്കുന്ന കസിയായും ബ്ലസിയൊക്കെ കമ്മൽ മാലയിടുമ്പോൾ നമുക്ക് സങ്കടമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അതറിഞ്ഞാൽ മതി. സ്തോത്രം. മീശ പഠിച്ചതിൽ ഖേദമല്ലോ ഉണ്ടോ? നേരത്തെ തൻ്റെ മീശ ഒന്ന് കാണേണ്ടതായിരുന്നു. ഇതിനകത്ത് വന്ന് പഠിച്ചത് ഖേദമൊന്നുമില്ലല്ലോ. അതാ മീശ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഗർവവും അഭിമാനവും വർദ്ധിപ്പിക്കുന്നതായതുകൊണ്ട് അതിനെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞു. അതുപോലെ തന്നെ ആഭരണവും. ഒരിക്കൽ ദൈവം പൊളിച്ചു കളഞ്ഞതിനെ വീണ്ടും പണിയുവാൻ ഞങ്ങൾ ആളല്ല, അതുകൊണ്ട് അതും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അത് കൾച്ചറൽ ഇഷ്യൂ ആണ്, അത് കേരളക്കാരുടെ മാത്രം പ്രശ്നമാണ് എന്നൊക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ ഈ വേർപാടുകാരുടെ ജീവിതത്തിലേക്ക് അതിനെ വീണ്ടും തളച്ചിടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് ഈ പദവി ദൈവം കൊടുത്തിട്ടില്ല. മെനക്കേട് കേസ് വല്ലതുകൊണ്ട് എൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുക, ഇറങ്ങി അങ്ങ് പോകണം. ഇതിനകത്തിരുന്ന് മെനക്കേട് ഒപ്പിക്കരുത്. നിനക്കിത് മോശമായിട്ടോ കൊള്ളുകയല്ലെന്നോ ഇതിനകത്തങ്ങ് പെട്ടുപോയില്ലെന്നും വല്ല ചിന്തയുണ്ടെങ്കിൽ കഥവ് തുറന്നിട്ടേക്കുക. ശബ്ദം ഉണ്ടാക്കാതെ. അതെ, ദയവ് ചെയ്ത് തുറന്നിട്ടിരിക്കുന്ന വാതിലൂടെ നിങ്ങൾക്ക് പുറത്തു പോകാം. വേർപെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചുരുക്കം ചിലർ പേരുണ്ട്. അവർ ജീവിച്ചോട്ടെന്നേ. ഇനിയും ഏതിനോടൊക്കെ വേർപാട് ആചരിക്കണം എന്നുള്ളത് ഒന്ന് രണ്ട് കൂട്ടങ്ങൾ മാത്രം പറഞ്ഞത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമ കാണുമായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞോ? പക്ഷേ ഞാൻ സിനിമയൊന്നും കാണത്തില്ല, പിന്നെ ഒരു സീരിയൽ കാണാറുണ്ട്. എല്ലാ സീരിയലും കാണത്തില്ല. അതേതാ ഈ ആത്മീക വർധന വരുത്തുന്ന സീരിയൽ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ 2-3 കുപ്പി ഒരു ദിവസം കുടിക്കും. ഇപ്പം രക്ഷിക്കപ്പെട്ട് ഞാൻ അധികം കുടിക്കത്തില്ല. പിന്നെ ഇപ്പം ഓണത്തിന് അളിയനൊക്കെ വന്നപ്പം അളിയൻ കുപ്പിയായിട്ടാ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഓണം ആഘോഷിക്കുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞോ? പേര് തെറ്റാന്നല്ല, കൊള്ളുകാരെന്നല്ല, സേമിയായും കൊള്ളുകാരെന്നല്ല, ആചാരമാണ് ഞാനീ പറഞ്ഞു. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ആഘോഷിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പണ്ടത്തെ പഴമൊഴി അങ്ങനെ കാണം വിറ്റും ഓണവും കാണും. ഒരു ദൈവ വൈതലിന് ഈ പഴമൊഴിയും പഴഞ്ചൊല്ലും ബാധകമല്ല. കാരണം നമുക്കെല്ലാ ദിവസവും നല്ലതാ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുമസ് ആഘോഷിക്കുമായിരുന്നു. ക്രിസ്തുമസ് കേക്ക് ഒക്കെ മേടിച്ച് മുറിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നക്ഷത്രമൊക്കെ വാതകൻ. ഇപ്പം പിന്നെ പെന്തക്കോസ്തുകാരുടെ ഹോളിൻ്റെ വാതകലും ക്രിസ്മസിൽ ഉണ്ട്. ഒരു വാക്യവും കൂടെ അതിനടിയിൽ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം. വാക്യം എന്നതിനായില്ലാത്ത നല്ലുണ്ടാക്കാൻ വാക്യമില്ലേ? യഹോവയുടെ കൈ വീര്യം. ഈസ്റ്റർ ആഘോഷിക്കുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് ഒരു ദൈവ പൈതൽ പെന്തക്കോസുകാരി നല്ലതുപോലെ വേർപാട് പാലിക്കണം. എല്ലാവരും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും അനുഷ്ഠിക്കാനും പ്രവർത്തിക്കാനും ചെയ്യാനും കാണാനും നോക്കാനും നമുക്ക് പ്രമാണമില്ല. തുമ്പി തുള്ളാനൊന്നും പോകരുത്. കഴിഞ്ഞു. വടംവലിക്കാനൊന്നും. വടംവലി നമുക്ക് സഭയിലുണ്ടല്ലോ. വടംവലി സെക്രട്ടറി 5-6 പേര് ഇങ്ങോട്ട് വലിക്കുന്നു, ട്രഷറർ 5-6 പേരും. സഭയിലില്ല. സഭയിൽ പാനല്, വടംവലിയല്ല, പാനൽ വലി അല്ലേ? ഇലക്ഷൻ്റെ സമയത്തൊക്കെ നല്ല നല്ല വടംവലിയല്ലേ? ജാതി. ഞങ്ങളുടെ കുടുംബക്കാർ ഇപ്പോഴും ചിലരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയില്ല. അങ്ങനത്തെ ജാതിയാണ്. പിന്നെ കല്യാണത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി എന്തെങ്കിലും കൊടുക്കാനുണ്ടേ കൊടുത്തു. ഒരു അണ്ടാവോ പാനോ
പാത്രമോ ഒക്കെ കൊടുത്തേച്ച് തലേന്ന്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരും ഇന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് പിന്നെ പാസ് ഇതന്നെ ഉദ്ദേശിച്ചേക്കുന്നത്. നിനക്ക് വീട് തരാൻ ഒരു അവധി വെച്ചോണ്ട് നീ അതിന് മുന്നേ ലോൺ എടുക്കരുത്. ചിലപ്പോൾ ഭാര്യയോ ചേട്ടനോ അനിയനോ, പാസ്വേഡല്ല ഞാൻ പറഞ്ഞ പൊതുവെ പറയാം, ചിലപ്പോൾ ഇനി പാസ്റ്റൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിടുതലായിക്കോട്ടെ, സ്വത്രം. ചിലപ്പോൾ ഭാര്യ രാത്രി പറയാൻ നമ്മൾ ഓൾ വെച്ച് കാര്യം വെച്ച് വീട് വെച്ചിട്ടില്ല, ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് 11 വർഷമായിട്ട് വീട് കിടക്ക്, ഒരു കാര്യം ചെയ്യും, ഇപ്പം പോയി അതേ നമുക്ക് ലോൺ എടുക്കരുത്. നമ്മുടെ സഭായുഗത്തിൽ എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചിരിക്കണം. വെള്ളവസ്ത്രം ഇല്ലാത്തവര് ഇവിടെ സഭായുഗത്തിന് വരരുത്. ഈ ഹോളിൽ കയറിയാക്കരുത്. ഈ സഭയിൽ രക്ഷിക്കപ്പെട്ട് ജലസ്നാനം എടുത്ത് തിരുമേശികൾ സമർപ്പിക്കുന്ന എല്ലാവരും ഞായറാഴ്ച ഇടമീറ്റിങ് നിങ്ങൾ കളറുന്നത് കുഴപ്പമൊന്നുമില്ല, എന്നാലും കണ്ടമാനം കളറാകാതിരിക്കുന്നതാ. കളർട്ടോ എന്ന് പറയുമ്പോൾ മറ്റേ കേടും കൂടെ തീർത്താ ഞായറാഴ്ച താൻ ഞങ്ങൾ ഇടിപ്പിക്കില്ല, അതിൻ്റെ കേട് കൂടെ തീർത്ത് ഞങ്ങൾ. അപ്പം നമുക്കൊരു വ്യവഹാരമുണ്ടെങ്കിൽ അത് വിശുദ്ധന്മാരുടെ ഇടയിൽ തീർത്തോണം. കഴിവിൻ്റെ പരമാവധി വ്യവഹാരം വരരുത്. അഥവാ ഒരു അഭിപ്രായ വ്യത്യാസമയോ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഇവിടെ തീർത്തോണം. ഞാൻ ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് വീട്ടിൽ തന്നെ തീർക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെണ്ണുങ്ങളോട് ചെന്ന് പാസ്റ്ററുടെ അമ്മാമ്മയോടും പറയും, ആണുങ്ങളോട് ചെന്ന് പാസ്റ്ററോടും പറയും. മിക്കയിടത്തും പാസ്റ്റർമാരും ഭാര്യമാരും ഇത് കേട്ടങ്ങ് ആസ്വദിക്കും. അവർ പിന്നെ അവരുടേതായ അഭിപ്രായം, ചിലക്കത് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്, വല്ല വീട്ടിലെയും വിഷയങ്ങളൊക്കെ ഇങ്ങോട്ട് കേൾക്കുകയും അത് ആസ്വദിക്കുകയും അഭിപ്രായം ഇവരെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്നുള്ള വേറൊരു സത്യം. ഇവരുടെ കൈ കൊണ്ട് കൊടുത്താൽ പിന്നെ അത് കുളവാക്കി തരികയുള്ളൂ. നമ്മൾ ഈ പെന്തിക്കോസി വന്നു, എന്നാലും നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ പാല് കാച്ചാറുണ്ട്. എല്ലാവരുമല്ല, പുതിയ അടുപ്പ്, പുതിയ കലം, പുതിയ താവി, പാലതിനകത്തൊഴിച്ച് കാച്ചാറുണ്ട്. എല്ലാവരും അല്ലെങ്കിലും ചിലരും ഇല്ലേ. കല്യാണം കഴിഞ്ഞ് മരുമ കഴിഞ്ഞോട്ട് വന്നപ്പോൾ അമ്മ വലത്തുകാല് വെച്ച് അങ്ങോട്ട് ഒന്നേ പറയും, ഇല്ലേ പറയണ്ട. കണ്ടിട്ടില്ലേ? മറ്റുള്ളവരെ നിലവിളക്ക് കൊടുക്കുന്നവരുണ്ട്. നമ്മൾ അന്നേരം വേറെ പുസ്തകം. കല്യാണം കഴിഞ്ഞ് ചിലർ, എല്ലാവരുമല്ല, 4ാം വിരുന്നിന് ചിലർ, എല്ലാവരും പറയത്തില്ല, ചിലർ എന്നാലും ഒരു അലമാരയും ഒരു അണ്ടാവും ഒരു ഉരുളി. നമ്മളെല്ലാം വിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചോണ്ടിരിക്കുക. തർക്കം വല്ലതും ഉണ്ടോ? വിട്ടില്ല, അത് തന്നെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞപ്പം അമ്മ കച്ച, പണ്ട് കച്ചയായി, ഇപ്പൊ സാരി. കല്യാണം ആലോചിക്കും പറയും അച്ഛൻ്റെ പേര് മാത്തു ശരിയാ, പക്ഷെ നമ്മൾ ചൊവ്വ നടത്തുന്നതിലും നല്ലത് നമ്മളെല്ലാം വിട്ടോ. മാമ എന്നോട് ചെയ്തെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ അനുഭവിച്ചത്, ഈ കുടുംബത്തിൽ വന്ന് അനുഭവിച്ചത്, ഇതള്ള ഇപ്പം ശ്വാസം മുട്ടലായിട്ടിരിക്കുന്നെങ്കിൽ ഇവരായ കാലത്ത് എന്നോട് അമ്മയ്ക്കറിയാം അവർ ചെയ്തത്. അയ്യോ ഞാൻ അനുഭവിച്ച മനോവേദന, അയ്യോ എൻ്റെ അമ്മാമ. അന്നേരം കണ്ടോ ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്നതാ പള്ളി ലിലിക്കുട്ടി സത്യമൊക്കെ കാര്യമൊക്കെ ശരി, നമ്മളൊരു സഭയില്ല, പക്ഷേ സന്ധ്യ കഴിഞ്ഞ് തുണി അലക്കരുത്. 1-ാം തീയതി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വരണേ. എൻ്റെ ഒക്കെ വരുന്ന കാര്യമല്ല, ചിലർ പറയുമെന്ന്. മനു കയറി കഴിഞ്ഞാൽ നല്ല ഇതാ. കഴിഞ്ഞ മാസം മനു വന്നത്, അയ്യോ വളരെ നല്ലതായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡ് പറയാനപ്പോഴാ ഒരു സാധനം മറന്നുപോയി. നിന്ന് വിഷമിക്കുക. പുറകോട്ട് പോയാൽ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പം ഒരു പൂച്ച കൊടുക്ക് യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സിനിമ തുടങ്ങി, സീരിയൽ തുടങ്ങി, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഇതെല്ലാം വിട്ടുകളഞ്ഞ്, ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൽ ഇടുങ്ങിയ വഴികളുടെ യാത്ര ചെയ്യുന്നതാണ് പെന്തക്കോസ്തിന്റെ യഥാർത്ഥ വേർപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിനക്കിത് മോശമായിട്ടോ കൊള്ളുകയല്ലെന്നോ ഇതിനകത്തങ്ങ് പെട്ടുപോയില്ലെന്നും വല്ല ചിന്തയുണ്ടെങ്കിൽ കഥ തുറന്നിട്ടേക്കുക. ശബ്ദം ഉണ്ടാക്കാതെ